ദാമോദരനെ ഇന്ന് കണ്ടില്ലല്ലോ എൻ്റെ കുട്ടിയെ. ഉമ്മറത്തിരുന്ന് യശോദാമ്മ വിളിച്ചു പറഞ്ഞു. സമയം ആകുന്നതിലുള്ളൂ അച്ചാമ്മേ. 9 മണി കഴിയുമ്പോൾ ആളിങ്ങെത്തും. ചിന്നു മറുപടി പറഞ്ഞു. കാലവർഷം തുടങ്ങിയതേ ഉള്ളൂ. എന്തും മഴ തോരാതെ പെയ്യുകയാണ് എൻ്റെ കുട്ടി. ഇനിയും വടക്കേച്ചായ്പ് തുറന്നു കിടന്നാൽ വെള്ളം മുഴുവൻ അതിനകത്തോടടിച്ചു കയറും. യശോദാമ്മ അത് പറയുമ്പോൾ ചിന്നു പുറത്തേക്കൊന്ന് നോക്കി. മുറ്റത്തെ വെള്ളം മുഴുവൻ ഒലിച്ചിറങ്ങി ഓടയിലേക്ക് ഒഴുകി പോവുകയാണ്. വയലിൽ കൃഷിയുണ്ടായതുകൊണ്ട് സാരമില്ല, അല്ല എന്നുണ്ടെങ്കിൽ വെള്ളം മുഴുവൻ ഒലിച്ച് അകത്തേക്ക് കയറും. ചിന്നു അത് നോക്കിക്കൊണ്ടുനിന്ന് അവൾ കുടയും മമ്മട്ടിയും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. ചായപ്പിന് പിന്നിലെ കെട്ടിക്കിടന്ന വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടി ചിന്നു അത് വെട്ടിക്കൊടുത്തു. നീയാണോ കുട്ടി ഇതൊക്കെ ഇട്ട് വെട്ടുന്നേ? പെൺകുട്ടികൾ അതൊക്കെ ചെയ്യുവോ? ഉമ്മറത്ത് നിന്ന യശോദാമ്മ അത് ചിന്നുവിനോട് ചോദിക്കുമ്പോൾ അവൾ മുഖം ഒന്ന് ചുമന്നു. പിന്നെ ആരാ അച്ചാമ്മേ ഇതൊക്കെ ഒന്ന് വെട്ടിവിടാൻ? യശോദാമ്മ ഇപ്പോഴും ആ ഒരു പഴയ സംസ്കാരം കൈവിടാത്ത ഒരു സ്ത്രീയായിരുന്നു. പുറംപണി ആണുങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് യശോദാമ്മയുടെ വിചാരം. കുറച്ച് സമയം പണിയെടുത്തിട്ടാണെങ്കിലും ശരി തന്നെ ചിന്നു ആ വെള്ളം മുഴുവൻ വെട്ടി ഓടയിലേക്ക് വിട്ടു. ആ മഴയത്ത് വെള്ളം മുഴുവൻ ഓടയിലേക്ക് ഒഴുകിപ്പോകുന്നത് കണ്ട് കയ്യിലിരുന്ന മമ്മട്ടി ഓടയിലെ വെള്ളത്തിൽ മുക്കി അത് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നാട്ടിലെ പ്രധാന ബ്രോക്കറായ കൃഷ്ണൻ ബ്രോക്കർ ചെമ്മാട് വീട്ടിലേക്ക് കയറി വരുന്നത്. യശോദാമ്മേ, കൊച്ചിനെ കൊണ്ടാണോ ഈ പണിയെല്ലാം എടുപ്പിക്കുന്നത്? കൃഷ്ണൻ ബ്രോക്കർ അത് ചോദിക്കുന്ന സമയത്ത് യശോദാമ്മ കവിളൊന്ന് വീർപ്പിച്ചിട്ട് പറഞ്ഞു. ഇപ്പോഴത്തെ പിള്ളേരല്ലേ കൃഷ്ണ, നമ്മളെങ്ങണം പറഞ്ഞ അവരെങ്ങണം അനുസരിക്കുവോ? ആ, ചിലതൊക്കെ പിള്ളേരുടെ ഇഷ്ടത്തിനും വിട്ടുകൊടുക്കണം യശോദാമ്മേ. കൃഷ്ണൻ ബ്രോക്കർ അത് പറയുന്ന സമയത്ത് യശോദാമ്മ ചിരിച്ചു. ഞാനിന്നൊരു കല്യാണാലോചനയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അവളിപ്പോ നമ്മുടെ ചിന്നു മുട്ടം പെണ്ണായില്ലേ. പിന്നെ അവൾക്കാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ. അപ്പോൾ യശോദാമ്മയുടെ തന്നെ കാര്യം പറയാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അയാളത് പറയുന്ന സമയത്ത് ചിന്നുവിൻ്റെ മുഖം ഒന്ന് വാടി. കയ്യിലിരിക്കുന്ന മമ്മട്ടി എടുത്ത് അയാളുടെ തലമണ്ട നോക്കിയൊന്ന് പൊട്ടിക്കാൻ അവൾക്ക് തോന്നി. ആ നിമിഷം തന്നെ കൃഷ്ണൻ ബ്രോക്കർ കയ്യിലുണ്ടായിരുന്ന പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഉമ്മറത്തെ പടിയിലേക്ക് വെച്ചിട്ട് യശോദാമ്മ ഇരിക്കുന്ന കസേരയ്ക്ക് തൊട്ടുപുറത്തെ ചാരു കസേരയിൽ കയറിയിരുന്നു. ഇതിപ്പോ പെണ്ണിന് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. ചെക്കൻ എഞ്ചിനീയറാണ്. ഫോട്ടോയും ജാതകവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. യശോദാമ്മ ഇതൊന്ന് കണ്ടു നോക്ക്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. നല്ല കൂട്ടരാണ്. ചിന്നു ആ മഴയത്ത് കൊടയും പിടിച്ചുകൊണ്ട് നിന്ന് പറഞ്ഞു. വയസ്സിപ്പം 24ആയി. ഇനിയും കല്യാണം വേണ്ടെന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാണ്? യശോദാമ്മ ചിന്നുവിനെ ഒന്ന് ശാസിച്ചു. ആ നിമിഷം ചിന്നു യശോദാമ്മയുടെ മുന്നിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. കൃഷ്ണൻ ബ്രോക്കർ പോയപ്പോൾ ആ സമയം തന്നെ യശോദാമ്മ ചിന്നുവിനോട് പറഞ്ഞു. മോളെ, ഏതായാലും നാളെ ഒരു പെണ്ണ് കാണാൻ വരും. അപ്പോൾ മോളൊന്ന് കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടായാലും ഇല്ലേലും അവരോട് കാര്യം പറഞ്ഞാൽ മതിയല്ലോ. യശോദാമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നു ഒന്നിനും എതിര് പറയാറില്ല. കാരണം അച്ഛനും അമ്മയും ഇല്ലാത്ത തന്നെ എടുത്തു വളർത്തിയത് യശോദാമ്മയാണ്. അതുകൊണ്ട് ഒന്നും പറയാതെ അനുസരണയോടെ ചിന്നു അത് കേട്ടു നിന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി.